പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ യുവജന വിഭാഗമായ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്തെങ്കിലും പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതിനെ ആരെങ്കിലും വിമർശിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി വല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉടനടി അത് പറയുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, മുസ്ലിം ലീഗിനെ തോൽപ്പിക്കും, ഇതിനുള്ള മറുപടി ഇലക്ഷനിൽ കാണാമെന്നൊക്കെ. ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല മുസ്ലിം ലീഗുകാർ. 1948 മാർച്ച് 10 കായിദേ മില്ലത്തും സീതി സാഹിബും ഒരുമിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു മതസംഘടന എതിർത്താൽ ഇല്ലാതാകും എന്നുള്ള രൂപത്തിലല്ല സീതി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംഘടന അടിത്തറ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഫാൻസ് അസോസിയേഷൻ ആദ്യം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഫാൻസ് അസോസിയേഷനുകൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സീതി സാഹിബും കായിദേ മില്ലത്തും ഇവിടെ സംഘടനയ്ക്ക് ഒരു അടിത്തറ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിൻ്റെ സംഘടനയ്ക്ക് അതിൻ്റെ അടിത്തറ അത്രമാത്രം ദൃഢമാക്കിയത് മഹാനായ സീതി സാഹിബാണ്. ആ സീതി സാഹിബിൻ്റെ അനുയായികൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഫാൻസ് അസോസിയേഷനുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇലക്ഷനിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കും, മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കും എന്നൊക്കെ വീരവാദം ഇങ്ങനെ മുഴക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കങ്ങനെ തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? ഇവിടെ മുസ്ലിം ലീഗിനെ പൊന്നാനിയിൽ തോൽപ്പിക്കുമെന്ന് വീരവാദം മുഴക്കുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ അനുയായികളോടാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് വേറൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുമെന്ന് വീരവാദം നിങ്ങൾ പറയുന്നത്? അതിനു പകരം നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ അസോസിയേഷൻ്റെ, നിങ്ങളുടെ ഫാൻസിൻ്റെ ഒക്കെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തന്നെ പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് നേരിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കോണി അടയാളത്തിൽ പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന അതാരായിക്കൊള്ളട്ടെ, ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനെ തോൽപ്പിക്കാൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കുക. അതാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ നേതാവിനെ തന്നെ നിങ്ങൾ നേരിട്ട് സ്ഥാനാർത്ഥിയാക്കി നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുക. നിങ്ങളുടെ തൻ്റെ ഇടവും നിങ്ങളുടെ ധൈര്യവും മാലോകരെ കാണിക്കാനുള്ള ഒരു അവസരമാണത്. നിങ്ങൾ എത്രയുണ്ട് എന്ന് ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടിക്കും അതുപോലെ തന്നെ കേരളീയ പൊതുസമൂഹത്തിനുമൊക്കെ അറിയാം. നിങ്ങൾ സമസ്ത എന്ന് പറയുന്ന കേരളത്തിലെ ആധികാരികമായിട്ടുള്ള ഒരു പണ്ഡിത സഭയുടെ, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു പണ്ഡിത സഭയുടെ മറവിൽ ഇരുന്നു കൊണ്ട് ഈ മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ വാളോങ്ങൽ ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ എത്രയുണ്ട് എന്നുള്ള ബോധ്യം ഇവിടുത്തെ കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാവിനെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തന്നെ പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളൊന്ന് കാണിക്ക്. ലോകം ആദരിച്ച, അംഗീകരിച്ച ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായിട്ടുള്ള, ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള കാന്തപുരം ഉസ്താദിന് പോലും സാധിച്ചിട്ടില്ല മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ. അദ്ദേഹം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് അനുയായികളുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതനായ ഇസ്ലാമിക പണ്ഡിതനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഒന്നാമനാണ് കാന്തപുരം ഉസ്താദ്. ആ കാന്തപുരം ഉസ്താദിന് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല.
കാരണം മുസ്ലിം ലീഗിൻ്റെ സംഘടന അടിത്തറ അത്രയും ദൃഢമാണ്. കാന്തപുരം ഉസ്താദിനെ കൊണ്ട് സാധിക്കാത്തത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കൊണ്ട് സാധിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. കാരണം മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളാൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഈ മുസ്ലിം ലീഗ് പാർട്ടിയെ സംരക്ഷിക്കും. അത് ഏത് തപ്പിവെച്ച ഉസ്താദ് വന്നാലും അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്ന് പതിറ്റാണ്ടുകളായിട്ട് മുസ്ലിം ലീഗ് ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിൻ്റെ എല്ലാ എതിർപ്പുകളെയും പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകം അംഗീകരിച്ച കാന്തപുരം ഉസ്താദിനെ കൊണ്ട് സാധിക്കാത്തത് അബ്ദുൽ ഹമീദ് ഫൈസിയെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ 2024 അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ നേരിട്ട് വന്നിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അദ്ദേഹം ഒന്ന് ഇവിടെ മത്സരിച്ച് വിജയിച്ച് കാണിക്കട്ടെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള ധൈര്യവും തൻ്റെ ഇടവും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനും അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കാനുള്ളത്.